ഇന്ന് അധ്യാപകർ ശിക്ഷിക്കാൻ പാടില്ല, പെറ്റമ്മയും ശിക്ഷിക്കാൻ പാടില്ല, പോലീസ് കേസ് കൊടുക്കാം. ഈ മാറ്റം നല്ലതാണെന്ന അഭിപ്രായം എനിക്കില്ല. നമ്മുടെ പുതിയ തലമുറയ്ക്ക് അച്ചടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ മാറ്റമാണ്. അതുകൊണ്ട് ഞാനൊരു അമ്മയുടെയും മകൻ്റെയും കഥ പറയാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ വലിയ കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീ ബന്ധുക്കളുടെ വഞ്ചന കാരണം ദരിദ്രയായി മാറി. ആ അമ്മയുടെ മൂന്നാമത്തെ മകൻ 8 വയസ്സ് പ്രായം, വലിയ ശാഠ്യക്കാരനാണ്. അപ്പോൾ ഈ ശാഠ്യക്കാരനായ മകൻ അമ്മയ്ക്കൊരു പ്രശ്നമായിരുന്നു. മൂത്ത 2 മക്കളും എന്ത് ഭക്ഷണം കൊടുത്താലും കഴിക്കും. പക്ഷേ ഈ മൂന്നാമത്തെ മകൻ ശാഠ്യക്കാരനായതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രമേ കഴിക്കൂ. അവൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം വാങ്ങിക്കാനുള്ള ധനസ്ഥിതി ആ അമ്മയ്ക്കില്ല. 1947 ഇന്ത്യ സ്വതന്ത്രയായെങ്കിലും രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഘട്ടമായതുകൊണ്ട് നാട്ടിൽ വല്ലാത്ത ക്ഷാമമായിരുന്നു. 47, 48, 49 കാലങ്ങളിൽ കേരളത്തിൽ വലിയ ക്ഷാമമായിരുന്നു. അരി കിട്ടാനില്ല, റേഷൻ കടയിൽ അരി കിട്ടാനില്ല. അരിക്ക് പകരം ബജ്റ എന്നൊരു ധാന്യമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ബജ്റ അത് ഉത്തരേന്ത്യയിലുള്ള ഒരു ധാന്യമാണ്. അപ്പോൾ ഗത്യന്തരമില്ലാതെ നമ്മുടെ സാധാരണ ജനങ്ങൾ ഈ ബജ്റ എന്ത് ചോറുണ്ടു, ബജ്റ കൊണ്ട് പുട്ടുണ്ടാക്കി, അങ്ങനെ ബജ്റ കൊണ്ട് അരി പോലും കിട്ടാനില്ലാത്തൊരു കാലഘട്ടത്തിൽ റേഷനായി കിട്ടിയ ഒരു അരി വെന്ത് കഴിഞ്ഞാൽ പുഴു പോലെ ഇരിക്കും, പുഴുവിൻ്റെ പോലെ ഇരിക്കും, പുഴുവിൻ്റെ ആകൃതിയാണ് വെന്ത് കഴിഞ്ഞാൽ. ഈ ഭക്ഷണം അമ്മ മകന് വിളമ്പിയപ്പോൾ എനിക്ക് പുഴുവിനെ വേണ്ട എന്ന് പറഞ്ഞ ഉച്ചത്തിൽ കരഞ്ഞു. ആ അമ്മയ്ക്ക് വില കൂടി അരി വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. അമ്മ എന്ത് ചെയ്തു? അടിച്ചു. കഴിക്കണം. പക്ഷെ എത്ര അടി അടിച്ചിട്ടും ആ 8 വയസ്സുകാരൻ ബജ്റ കഴിച്ചില്ല. റേഷൻ അരി അവൻ കഴിക്കില്ല. അവന് കുട്ടിക്കാലത്ത് അവൻ കഴിച്ച കൊച്ചുവിത്തെന്നൊരു നെല്ലുണ്ട്, ഇന്നതില്ല. കൊച്ചുവിത്ത് എൻ്റെ ചോറ് തന്നെ വേണം. അപ്പം അന്ന് വീട്ടിൽ മാത്രമല്ല അമ്മ, എൻ്റെ സ്കൂളിൽ, അന്നത്തെ സ്കൂളിൽ എല്ലാ അധ്യാപികമാരും അമ്മമാരാണ്. അധ്യാപികമാരും മാറി. അന്നത്തെ അധ്യാപികമാരൊന്നില്ല, അന്നത്തെ വിദ്യാർത്ഥികളൊന്നില്ല. അമ്മ ശിക്ഷിക്കുന്ന പോലെ വിദ്യാർത്ഥികളെ അധ്യാപകർ ശിക്ഷിക്കും. ആരോടും പരാതി പറയില്ല. പരാതി പറയാൻ അർഹതയില്ല. അപ്പോൾ ഈ 8 വയസ്സുള്ള ഈ പയ്യൻ ഉച്ചയ്ക്ക് ബെല്ലടിച്ചിട്ട് തൊട്ടടുത്തുള്ള വീട്ടിൽ വന്നില്ല. കാരണം വീട്ടിൽ വന്നാൽ അമ്മ കൊടുക്കുന്ന പുഴു കഴിക്കണം. പുഴു എന്നാണ് വിളിക്കുന്നത്. അരി വെന്ന ചോറിനെ പുഴു എന്നാണ് വിളിക്കുക. എനിക്ക് പുഴു വേണ്ട, എനിക്ക് പുഴുവിന് വേണ്ട എന്ന് പറഞ്ഞു കരയാണ്. അപ്പം അവൻ ഉച്ചയ്ക്ക് ബെല്ലടിക്കുമ്പോൾ വീട്ടിലൊന്ന് ഊണ് കഴിച്ച് തിരിച്ചു പോകാം. വീട് വളരെ തൊട്ടടുത്താണ്. അപ്പോൾ ബെല്ലടിച്ചിട്ട് അവൻ വീട്ടിലേക്ക് പോയില്ല. ഒരു ബെഞ്ചിന് കീഴിൽ ഒളിച്ചിരുന്നു. അമ്മ മകനെ കാണാതെ സ്കൂളിൻ്റെ അതിർത്തിയിൽ വന്നു നിന്ന് ഒരു അധ്യാപികയെ വിളിച്ചു. എൻ്റെ മകൻ ഊണ് കഴിക്കാൻ വന്നില്ല, അവൻ ക്ലാസ്സിലുണ്ടോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം അന്നത്തെ അമ്മയ്ക്ക് എല്ലാ അധ്യാപികമാരെയും പരിചയമുണ്ട്. അന്നത്തെ ബന്ധം അങ്ങനെയാണ്. അപ്പം കല്യാണിയമ്മ എന്നൊരു അധ്യാപികയുണ്ട്, കല്യാണ ടീച്ചറെ. ശ്രീകുമാർ അകത്തുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ 8 വയസ്സുകാരൻ ഞാനാണ്. ആ 8 വയസ്സുകാരൻ ഞാനാണ്. ആ അമ്മ എൻ്റെ അമ്മയായ ഭവാനിക്കുട്ടി തങ്കച്ചിയാണ്.
അപ്പോൾ അധ്യാപിക വരുന്നു, ബെഞ്ചിന് കീഴിൽ ഒളിച്ചിരിക്കുന്നു, എന്നെ കൈ പിടിച്ച് വലിക്കുന്നു, അമ്മയടുത്തെ കൊണ്ടുപോകുന്നു. അന്ന് ഞങ്ങളുടെ ഭാഗത്ത് ആലപ്പുഴ ജില്ലയിൽ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കടലാവണക്ക് എന്നൊരു ചെടിയുണ്ട്. ആ അതിരിൽ നിന്ന ഒരു കടലാവണക്കെന്ന ഒരു കമ്പ് ഒടിച്ചെടുത്ത് സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകുന്നവരെ തല്ലി, വഴുനീളെ തല്ലി. ആ തല്ലെല്ലാം കൊണ്ട് വീട്ടിലെത്തി. എനിക്ക് പുഴുവിനെ വേണ്ട, എനിക്ക് പുഴുവിനെ വേണ്ട എന്ന് ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൊച്ചുവിത്ത് എന്ന നെൽച്ചോറ് എൻ്റെ പാത്രത്തിൽ വിളമ്പി. അതാണ് അമ്മ.